ഹായ് വാജിദാണ്. ഇന്ന് അത്യാവശ്യം ഏർണിങ്സ് ആക്കണമെന്ന് വിചാരിച്ചാൽ ഗൈസ് നമ്മൾ രാവിലെ തന്നെ വന്നത് നോക്കുമ്പോഴേക്ക് ഇന്നാണ് നിങ്ങൾ ഓർഡർ വളരെ മോശമായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് അത്യാവശ്യം നമുക്ക് ഓർഡർ അടിയാൻ തുടങ്ങിയത്. പിന്നെ നമുക്ക് നല്ല മൂഡ് ഓഫ് ആയി. അപ്പൊ വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓർഡർ ലഭിച്ചത്. അങ്ങനെ നമ്മൾ ഈ ഓർഡർ എടുത്തിട്ട് ഡെലിവറി ചെയ്ത ശേഷം വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരെ കാപ്പാട് ഭാഗത്തേക്കാണ് ഇപ്പൊ പോകുന്നത്. കാൾടെക്സ് മുതൽ തുടങ്ങിയ ബ്ലോക്കാണ് ചങ്ങായി മാറേ ഒടുക്കത്തെ ബ്ലോക്ക്. നമ്മളിപ്പോൾ കണ്ണോത്തഞ്ചാൽ എത്തിയത്ര അയ്യോ ഒടുക്കത്തെ ബ്ലോക്ക്. നമുക്ക് തോന്നുന്നു മേലച്ചോവൻ്റെ അപ്പുറത്തേക്കും ബ്ലോക്ക് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ടൈം പിടിക്കും. പിന്നെ നമുക്ക് ഇന്ന് ടാർഗറ്റ് ഒന്നും കംപ്ലീറ്റ് ആക്കുന്നുമില്ല, ലാസ്റ്റ് ഓർഡറുമാണ്. നമ്മൾ ഇത് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കൊണ്ട് പ്രശ്നമില്ല ഗൈസ്. അങ്ങനെ മേലച്ചവ സിഗ്നലെല്ലാം കഴിഞ്ഞ ശേഷം ഗൈസ് അത്യാവശ്യം തിരക്ക് കുറഞ്ഞ് മേലച്ചവ വലിയ ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളൂ. താഴച്ചവ ഭാഗത്തേക്കൊന്നും ബ്ലോക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേഗം തന്നെ താഴച്ചവ ഭാഗത്തേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ താഴച്ചവ സിഗ്നലിന്റെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കാപ്പാട് റോഡിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററോളം ദൂരമുണ്ട് കാപ്പാടേക്ക്. കാപ്പാടിലുള്ള ആസ്റ്റർ മിംസിന്റെ ഹോസ്റ്റലിലാണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ആ ഡെലിവറി ചെയ്തിട്ട് മതുക്കോത്ത് വഴിയാണ് നമ്മൾ വലിയന്നൂർ വഴിയാണ് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല ഗൈസ്. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഗൈസ് നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനൊരു ആവേശം ഉണ്ടാവും ഗൈസ്. നമ്മളങ്ങനെ കാപ്പാട് പോസ്റ്റ് ഓഫീസിലും കഴിഞ്ഞ് കാപ്പാട് നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ലൊക്കേഷൻ ഏകദേശം എത്തി. അപ്പോൾ നമ്മൾ മതുക്കോത്ത് റോഡ് കയറി നേരെ ഡെലിവറി ലൊക്കേഷനിൽ പോയി ഡെലിവറി കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് നേരെ തിരിച്ച് മതുക്കൂത്ത് വഴിയാണ് തിരിച്ച് വലിയന്നൂർ വഴിയാണ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡെലിവറി ചെയ്ത് അപ്പോൾ സൊമാറ്റോൻ്റെ ആപ്പ് ഓഫാക്കാം. നമ്മൾ ഇന്ന് രാത്രി 10 മണി വരെ ഗിഗ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ എന്തായാലും നൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ നാളെ സൊമാറ്റോ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആദ്യം വിചാരിച്ചത് നാളെ സൊമാറ്റോ കയറണമെന്നാണ്. പക്ഷെ നമ്മൾ നാളെ സൊമാറ്റോ കയറുന്നില്ല, നാളെ സ്വിഗ്ഗിയിലാണ് കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.